നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ നമുക്കൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ പ്രൊഡക്ട്സ് മേടിക്കണം, കുറേ കാശ് കളയണം എന്നൊക്കെ വിചാരിച്ചായിരിക്കും നിങ്ങളൊന്നും ചെയ്യാത്തത്. പക്ഷേ ഇതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ പോയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ക്രീംസിനേക്കാളൊക്കെ എന്തോരം സേഫാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ടും കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഹോം റെമഡീസ് ആണ് നോക്കാൻ പോണേ കേട്ടോ. ഗ്ലോയിങ് സ്കിന്നിന് നമുക്ക് പറ്റിയൊരു സംഭവമാണ് അലോവേറ ജെൽ അഥവാ കറ്റാർ വാഴ എന്നുള്ളത്. ഇതിൽ ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻസും ഉണ്ട്. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കാനും അതുപോലെ സ്കിന്നിലെ പിമ്പിൾസ്, അസീൻസ് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി കൂട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പോരാഞ്ഞിട്ട് നമ്മുടെ സൺബേൺ ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു ടാനും ആ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാനും നമ്മുടെ അലോവേറ ജെൽ ബെസ്റ്റാണ്. നെക്സ്റ്റ് ഐറ്റമാണ് ഹണി അഥവാ തേൻ. മിക്കവരുടെ വീട്ടിലും കാണും തേൻ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തേൻ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റേഡിയൻസ് കിട്ടും. അതുപോലെ ഈ ഹണിയുടെ ഒപ്പം കുറച്ച് ലെമൺ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള മാർക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ പെട്ടെന്ന് റിമൂവ് ആവാനും ഹെൽപ്പ് ചെയ്യും. നമുക്കെല്ലാവർക്കറിയാം മഞ്ഞൾ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഫേസിനും അതുപോലെ ബോഡിക്കും ഒരുപോലെ നല്ലതാണ്. കാരണം മഞ്ഞളിന് ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കാനും ബാക്ടീരിയനെ റിമൂവ് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവുണ്ട്. കുറച്ച് മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി തൈരിലോ പാലിലോ അല്ലെങ്കിൽ ഇനി ഓയിലി സ്കിന്നുള്ളവർ വെള്ളത്തിലോ ടോണറിലോ കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബാക്ടീരിയ പ്രിവെൻറ്റ് ചെയ്ത് അസീനും പിമ്പിൾസൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തത് നമ്മുടെ അടുക്കളയിൽ കാണുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അഥവാ കോക്കനട്ട് ഓയിൽ. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഈ വെളിച്ചെണ്ണ കുറച്ച് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള വ്രിങ്കിൾസും അതുപോലെ ഏജിനിങ് മാർക്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫേസ് ഗ്ലോ ആവാൻ ഹെൽപ്പ് ചെയ്യും. നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് പപ്പായ അഥവാ കപ്പങ്ങ എന്ന് പറയുന്നത്. ഒരു പഴുത്ത കപ്പങ്ങ ഉണ്ടെങ്കിൽ അത് സ്മാഷ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡെഡ് സ്കിൻസൊക്കെ റിമൂവ് ചെയ്ത് ഫേസ് ഹൈഡ്രേറ്റ് ചെയ്യാനും നരിഷ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് അഡാർ ഐറ്റമാണ് കുക്കുംബർ അഥവാ വെള്ളരിക്ക എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡാർക്ക് സർക്കിൾസിന് പറ്റിയൊരു സംഭവമാണ് കുക്കുംബർ. നമ്മൾ കാണാറുണ്ട് കുക്കുംബർ ഇങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് കണ്ണിൻ്റെ മേലെ വയ്ക്കുന്നത്. അതുപോലെ കുക്കുംബർ പേസ്റ്റായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പിഗ്മെൻറ്റേഷനും അതുപോലെ ടാനും ഇതൊക്കെ റിമൂവ് ചെയ്യാനും പിന്നെ പോഴ്സൊക്കെ ക്ലെൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിൽ ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻ ഇ ഉണ്ട്. നമ്മുടെ ഫേസിലുള്ള വ്രിങ്കിൾസ്, ചുളുക്കുകൾ, പിന്നെ ഏജിങ് മാർക്സ് ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ബനാന, പഴം ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് പോലെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ ഫേസ് ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് യൂത്ത്ഫുൾ ഫേസ് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഹോം റെമഡീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്കിൻ കെയർ റൊട്ടീനും കൂടിയും ഇൻക്ലൂഡ് ആക്കണം. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, എക്സ്ഫോളിക്കേറ്റ് ചെയ്യുക. ആഴ്ചയിൽ 2-3 ദിവസം ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് എന്താണ് പ്രോബ്ലം അതിനനുസരിച്ചുള്ള സെറംസ് യൂസ് ചെയ്യുക. സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് മാത്രം കുറേ സാധനങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ ഉള്ളിലും ഭയങ്കര ഹെൽത്തി ആയിരിക്കണം. അതിനു വേണ്ടി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. അത്യാവശ്യം ഒരു 8 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ചെയ്യുക. പിന്നെ ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. കൂടുതലും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതുപോലെ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക. അതുപോലെ അത്യാവശ്യം നന്നായിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും മാക്സിമം ഉറങ്ങാൻ നോക്കുക. സ്ട്രെസ്സ് മാനേജ് ചെയ്യുക. അതിനായിട്ട് യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഗ്ലോയിങ് ഗ്ലാസ് സ്കിൻ അതുപോലെ ഹെൽത്തി സ്കിൻ കിട്ടും. പിന്നെ എല്ലാ ഐറ്റംസും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഉള്ള ഐറ്റംസ് നിങ്ങൾ യൂസ് ചെയ്യുക. എല്ലാത്തിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. മെയിനായിട്ട് നിങ്ങളുടെ സ്കിന്നും ബോഡി ഹെൽത്തി ആയിട്ട് കൊണ്ടുപോവുക. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള ഹെൽപ്ഫുൾ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ലവ് യു ആൻഡ് ബൈ.